നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വലിയ ചർച്ചാ വിഷയം തന്നെയാണ്. ഓരോ മുന്നണികളിലും ആരാകും സ്ഥാനാർത്ഥികൾ എന്ന ചർച്ചകൾ തുടങ്ങിയിരിക്കുന്നു. ക്രൈസ്തവ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് നിർണായക നീക്കം നടത്തുകയാണ് BJP. ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ ആലോചിക്കുന്നു നിലമ്പൂരിൽ എന്ന വാർത്ത അഷ്കർ അലി കരിമ്പ് പങ്കുവയ്ക്കുന്നു. ഷോൺ ജോർജിനെ മത്സരിപ്പിക്കുന്നത് പരിഗണനയിലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. മണ്ഡലത്തിൽ നിന്നുള്ള ക്രൈസ്തവ സ്ഥാനാർത്ഥി പരീക്ഷണവും പരിഗണിക്കുന്നുണ്ട്. വഖഫ് ബില്ലിന്റെയും മുനമ്പത്തിന്റെയും സാഹചര്യത്തിലാണ് BJPയുടെ നിർണായക നീക്കം എന്നതും ശ്രദ്ധേയമാണ്. അഷ്കർ അലി കരിമ്പയുടെ വിശദാംശങ്ങളുമായി അഷ്കർ, ന്യൂനപക്ഷ വോട്ടുകൾ അത് നിർണായകമാണ്, ക്രിസ്ത്യൻ വോട്ടുകൾ എന്ന് പറയുന്നത്. വഖഫ് ബില്ല് പാസാക്കിയിട്ടുണ്ട്, മുനമ്പം വിഷയമുണ്ട്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥി എന്നതിലേക്ക് BJP എത്തുകയാണോ? ഷോൺ ജോർജിന്റെ പേര് തന്നെയാണോ പ്രഥമ പരിഗണനയിലുള്ളത്? വിനിത, ഏകദേശം 20% ക്രൈസ്തവ വോട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ് നിലമ്പൂർ. അത്തരമൊരു മണ്ഡലത്തിൽ ശക്തമായി സാന്നിധ്യം ഉറപ്പിക്കാനും BJPയുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനും നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും അനുയോജ്യമാവുക അതൊരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി ആയിരിക്കുമെന്നുള്ള നിലപാടിലേക്കാണ് ഇപ്പോൾ BJP ജില്ലാ നേതൃത്വം, പ്രാദേശിക നേതൃത്വം ഒക്കെ തന്നെ എത്തുന്നത്. പ്രധാനമായും ഈ വഖഫ് ബില്ലിൻ്റെ വിഷയത്തിലും അതുപോലെ തന്നെ മുനമ്പത്തിൻ്റെ വിഷയത്തിലും വലിയ തോതിൽ BJPയുടെ ഒരു രാഷ്ട്രീയ പ്രയോഗം നടത്തുന്നുണ്ട്. അത്തരമൊരു രാഷ്ട്രീയ സാധ്യത കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ നിലമ്പൂരിൽ ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്ന കാര്യം BJP കാര്യമായി തന്നെ ആലോചിക്കുന്നത്. അതിൽ പരിഗണിക്കുന്നത് നേരത്തെ നവ്യ ഹരിദാസിനെയും അതുപോലെ തന്നെ ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് PR രശ്മിനാഥിനും ഉൾപ്പെടെയുള്ളവരെ BJP നേതൃത്വം പരിഗണിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഷോൺ ജോർജ് അടക്കമുള്ള ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്ന കാര്യം BJP നേതൃത്വം ആലോചിക്കുന്നത്. അത്തരത്തിലേക്ക് ചർച്ചകൾ BJPയുടെ കേന്ദ്രങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏത് വിധേനയാണെങ്കിലും, പ്രത്യേകിച്ച് UDF ആര്യാടൻ ചോക്കത്തിന് മത്സരിപ്പിക്കുകയാണെങ്കിലും ഇല്ലെങ്കിൽ LDF സ്വരാജിനെ മത്സരിപ്പിക്കുകയാണെങ്കിലും BJPക്ക് അങ്ങനെയെങ്കിൽ ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ തന്നെ നിർബന്ധമായും മത്സരിപ്പിക്കണമെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയിലേക്ക് തന്നെ BJP നേതൃത്വം ഈ ഘട്ടത്തിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും അത്തരമൊരു മത്സരത്തിന് സാഹചര്യം ഒരുങ്ങുകയാണെങ്കിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അടക്കം ക്രൈസ്തവ വോട്ടുകൾ BJPയിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു പാലമായി അത് മാറുമെന്നുള്ളതാണ് BJPയുടെ വിലയിരുത്തൽ. പ്രത്യേകിച്ച് വഖഫ് ബില്ലിൻ്റെ വിഷയത്തിൽ വലിയ തോതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിൽക്കുന്നു. മുനമ്പത്തിൻ്റെ വിഷയത്തിലാണെങ്കിൽ അത് വലിയ തോതിൽ സഭകളടക്കം BJPയിലേക്ക് കുറഞ്ഞ ആളുകളാണെങ്കിലും അതിലേക്ക് ചേർത്താൻ സാധിക്കുന്ന രീതിയിലേക്ക് BJP കാര്യങ്ങൾക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ കൂടി ഒരു BJP സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച വോട്ട് വീതം വർദ്ധിപ്പിക്കാനായാൽ അത് ഭാവിയിലേക്ക് തന്നെയുള്ള ഒരു മുതൽക്കൂട്ടായി മാറുമെന്നുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ BJP അത്തരമൊരു നീക്കം നടത്തുന്നത്. സ്വാഭാവികമായും വരുന്ന രാജീവ് ചന്ദ്രശേഖരൻ നയിക്കുന്ന ഒരു യാത്ര എല്ലാ ജില്ലകളിലൂടെയും കടന്നു പോകുന്നുണ്ട്. അത് മലപ്പുറം ജില്ലയിൽ എത്തുന്നതോടെ തന്നെ ഇക്കാര്യത്തിൽ കുറച്ചുകൂടി ചിത്രം വെളിവാകുമെന്നാണ് ഇപ്പോൾ ജില്ലാ നേതാക്കളും വ്യക്തമാക്കുന്നത്. ശരി, ഏതായാലും നിർണായക നീക്കം തന്നെയാണ് നിലമ്പൂരിൽ BJP നടത്തുന്നതെന്നാണ് അഷ്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ. രാജീവ് ചന്ദ്രശേഖരന്റെ യാത്ര വരാനിരിക്കുന്നു. പുതിയ അധ്യക്ഷൻ വന്നതിനു ശേഷമുള്ള 2 തെരഞ്ഞെടുപ്പുകൾ, തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും, അത് BJPയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്.